ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു ട്രിപ്പ് പോകുവാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. വേറെ എങ്ങോട്ടുമല്ല, തായ്ലൻഡിലോട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഫ്ലൈറ്റ് 2 hours ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഓൺ ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല ഈ ട്രിപ്പ് പോകുന്നത്, ഞങ്ങളുടെ കൂടെ ചേച്ചിയും കൂടിയുണ്ട്. ഇതെൻ്റെ മൂത്ത ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെത്തി. ഞങ്ങൾ വന്നിറങ്ങിയത് ബാങ്കോക്കിലുള്ള ഡോൺ മുയാങ് എന്ന് പറഞ്ഞ എയർപോർട്ടിലായിരുന്നു. അങ്ങോട്ടായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. കൊച്ചി ടു ഡോൺ മുയാങ് ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഇപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഇമിഗ്രേഷൻ എവിടെയെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെ ബാക്കിൽ ഞങ്ങളും അങ്ങോട്ട് പോവുമായിരുന്നു. അവിടുത്തെ എയർപോർട്ടിലെ കാഴ്ചകളും കണ്ട് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ഞങ്ങളിങ്ങനെ നടന്ന് പതുക്കെ നീങ്ങുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഡോൺ മുയാങ് എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ കൊള്ളാട്ടോ എയർപോർട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും അങ്ങോട്ട് പോണ വഴിയും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വെൽക്കം ടു തായ്ലൻഡ് എന്നൊക്കെ എഴുതി എൻ്റെ കിടന്നൊരു ബോർഡൊക്കെ കണ്ടു. നൈസായിരുന്നു. ഇതാണ് 7-Eleven സ്റ്റോർ. ഇവിടെ നിന്നാണ് ഞങ്ങൾ തായ്ലൻഡ് സിമ്മൊക്കെ പർച്ചേസ് ചെയ്തത്. ഇവിടെ ആ സമയത്ത് 9 days ഓഫറാണ് ഏറ്റവും കുറഞ്ഞതുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഓഫർ തന്നെയാണ് എടുത്തത്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റോറിലുള്ള ആളുകൾക്ക് അധികം ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നുണ്ടായില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടെ തായ്ലൻഡ് ഫുഡുണ്ടായി, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ടായി. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഞങ്ങൾ ടൈഗർ ടോപ്പിയിൽ പോയി. കുറേ വീഡിയോസും റീൽസും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ആൾക്കാരെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതൊക്കെ ഒന്ന് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ടാണ്. അത് ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഫോട്ടോ എടുക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ 3 പേരും മാറി മാറി നിന്ന് ടൈഗറായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ടൈഗറിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒന്ന് തൊടാനൊക്കെ. പിന്നെ തൊട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. തലോടിക്കൊണ്ടിരിക്കാനായിട്ട് നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ നമ്മൾ അതുപോലെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഇത്ര അടുത്ത് നിന്ന് ടൈഗറിനെ തൊട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ടായി. കുറച്ച് പേടിച്ചൊക്കെയാണ് നിന്നത് എല്ലാവരും. Lớp giáo để là thi điếu đếch người kia. Lớp nam giáo. Ra lúc thêm là thế mà. Ôi. Đi đến giật. Cầu cái da. Em cho ăn chả khai thuốc giả. അയ്യോ പേടിപ്പിക്കുന്ന രീതിയിലാണ്
പൊക്കത്താ ഷൂട്ട് ചെയ്യണതാണ്. ഞങ്ങൾ ഫീഡിങ് ടൈഗറിനെ കുറേ നോക്കി, പക്ഷെ അത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി ഷൂട്ട് ആൻഡ് ഫീഡ് തന്നെയാണോ ഫീഡിങ് ടൈഗർ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ നോക്കി കുറച്ച്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആർക്കെങ്കിലും അത് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടൊന്ന് പറഞ്ഞു തരണം എവിടെയാണ് ഈ ഫീഡിങ് ടൈഗർ എന്നുള്ളത്. ഇനി എങ്ങാനും ഒന്നും കൂടി പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമല്ലോ, അതുകൊണ്ടാണ്. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? ഇതിനെടുക്ക് ക്രോക്കഡൈൽ. അതെ ക്രോക്കഡൈൽ. ഇനിയുമുണ്ട് എലിഫന്റ് മ്യൂസിയം. തായ്ലൻഡ് മാൻ ടോപ്പിയ, ടൈഗർ ടോപ്പിയ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇത് പട്ടായാണ് സ്ഥലം. പട്ടായ ഉണ്ടത്, പട്ടായ. അടിപൊളിയാണ്. ഞാനും എൻ്റെ വൈഫും വൈഫിൻ്റെ സിസ്റ്ററും കൂടി അങ്ങ് ചുമ്മാ വന്ന് തായ്ലൻഡ് ഇറങ്ങാനുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് തായ്ലൻഡൊക്കെ ഒന്ന് ഇറങ്ങാനുള്ള രീതിയിൽ ഇറങ്ങിയാണ്. അടിപൊളിയാണ്, സ്ഥലം കൊള്ളാം, നൈസാണ്. ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എന്തൊക്കെ മ്യൂസിക്കുകളൊക്കെ കേൾക്കണ്ട. ഐ തിങ്ക് സോ സം ഷോസ് ആർ ഗോയിങ് ഓൺ ദർ. എന്തോ ഷോയും കാലൊക്കെ തുടങ്ങി തോന്നുന്നു. എന്തൊക്കെ വിളിച്ച് പറയുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നൈസാണ് കേട്ടോ, കൊള്ളാം. പിന്നെന്താ പറയുക, ഇവിടെ തായ്ലൻഡ് എന്താ പറയാണ്ട് ടിൽ നൗ ഞാൻ ഇന്ന് മോർണിംഗ് ഇവിടെ എത്തിയുള്ളൂ. ബട്ട് ഇവിടെ എത്തി ഞാൻ ബൈ റോഡ് ഫ്രം നമ്മുടെ ബാങ്കോക്ക് DMKയിലാണ് വന്നിറങ്ങിയത്. ഫ്രം ബാങ്കോക്ക് ടു പട്ടായ ബൈ റോഡ് ഒരു 1 hour 45 minutes ട്രാവൽ ഉണ്ടായിരുന്നു. Okay. This one baby 2-year-old, and there inside, that's inside. Follow me. This one 50-year-old, and there medium size 10 year, 50, 30, 20, 15-year-old, not say big size. Okay. Thank you. ഇത് പറയണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ ക്രോക്കഡൈൽസിൻ്റെ ഏജ് ആയിരുന്നു. ഇതിപ്പോൾ നമുക്ക് കാണാം. ഒരു ക്രോക്കഡൈൽ, അതായത് ഒരു ക്രോക്കഡൈൽ ഇത് വെക്കണ്ട ഞാൻ ചൂണ്ടത്. ഈ ക്രോക്കഡൈലിന് 50 years old എന്നാണ് ഇവർ പറയണത്. ഏറ്റവും കിങ് എന്ന് പറയണത് ഈ കൂട്ടത്തിൽ കിടക്കണ, കൂട്ടത്തിൽ ഏറ്റവും വലുതും കിങ്ങും അതാണ് പറയണത്. ആ ക്രോക്കഡൈലാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ക്രോക്കഡൈൽസൊക്കെ ഒരു 10-15 അങ്ങനത്തെ ഇയേഴ്സാണ് പറയണത്. പിന്നെ ബേബി ക്രോക്കഡൈലിൻ്റെ ഇവിടെ ഒരു പെട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട് അവരെല്ലാവരും. അടിപൊളിയാണ്. ബേബി ക്രോക്കഡൈലിൻ്റെ അകത്ത് പെട്ടിൽ മറ്റേ ചുണ്ടിലൊക്കെ മറ്റേ സെലോടൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മറ്റേ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി. അവർക്ക് 2 years എന്നാണ് പറയണത്. പിന്നെ ഇവിടെ കുറേ ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ രണ്ടാം ഇട്ട് പിടിക്കാനുള്ള മൂടാണ്. ആനങ്ങണ്ട ആനകളാണ്, അതിന് ഇട്ട് പിടിക്കാനുള്ള മൂടാണ്. ഈ ഫ്രണ്ടൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കുറത്തേ ഉള്ളൂ. കൊള്ളാം. ഇട്ട് പിടിക്കാന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയി ചക്കെ. എൻ്റെ കുറക്കം പറ്റുന്നൊക്കെ. അങ്ങനെ റൂമിലെത്തിരിക്കുകയാണ്. ഇന്ന് ദിവസം ഞങ്ങൾ പട്ടായയിലാണ് സ്റ്റേ. പട്ടായാണ് റൂം എടുത്തേക്കാം ഞങ്ങൾ. അപ്പോൾ ഇന്ന് ദിവസം പട്ടായയിലാണ് സ്റ്റേ. അപ്പോൾ ഞാൻ നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ കാണിച്ചിരുന്നത്.
ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഫ്ലോറാണ്. സ്വൈപ്പ് കാർഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് റൂംസിലൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോയത്. ഈ മാർക്കറ്റ് മുഴുവൻ വെള്ളത്തിൻ്റെ പൊക്കത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. Not good? Not good? ഇവിടെ തന്നെയുള്ള പാട്ട് ടേക്ക് ഇറ്റ് ഈസി. हाँ अच्छा ये आपको ना बोट से ना मार्केट के उस तरफ ड्रॉप करेंगे बोट से वन എന്ത് കേക്ക് tắt cục quanh cái chai nổ nè, cái nổ này xài nó tắm như này, tắt vào khoảng ba tắt cục quanh, tắt con xí nó xịt rồi. You know honeymoon? Wow, mama. Mama hả? 5 years back. Mama you? Mama? 9 sister. Oh. Her honeymoon was 6 years back. 7 years back. Honeymoon number 1. Yo man, Pattaya floating market. ഈ പാല ഓർമ്മയുണ്ട മറ്റേ ടേക്ക് ഇറ്റ് ഈസി അമ്മ ഓടി കളിക്കൂലേ കടക്കാടും. ആ സുജിയും കടക്കത്തരാക്കിയേ അയ്യോ ആന്നേ ശരിക്കും ക്രൊക്കഡൈലാണോ? അത് ഉപദ്രവിക്കും അപ്പൊ? കൊള്ളാലേ. ഒരു ചേട്ടൻ നമ്മുടെ ഫോട്ടോ എടുക്കുന്നു.
എല്ലാരും ചിരിക്കും, എല്ലാരും പോസ്റ്റ് ചെയ്യണ്. ഇല്ലായിരിക്കും. പാമ്പിനെ മാറ്റി കിട്ടും. പാമ്പിനെ മാറ്റി കിട്ടും. ഇതെന്താ, ഇത് ഫുഡിന്റെ കടയാണോ? ഫുഡൊക്കെ കഴിക്കാന്നുള്ളൂ വിചാരിച്ചു. സ്മൂത്തി ഏതാ വേണ്ടേ? മാംഗോ, കോക്കനട്ട്, വാട്ടർമെലൺ, അവക്കാഡോ, പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, ഓറഞ്ച്, ബനാന. ഏതാ വേണ്ട? അവക്കാഡോ. ജ്യൂസ് തന്നെ, സ്മൂത്തി ഒന്നും അല്ല. ഇപ്പൊ എത്ര 150 baht, right? Avocado 50. Avocado 60, yeah. Fine, it's okay. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? നല്ലാണോ? മാംഗോ അല്ലേ? മാംഗോ സ്മൂത്തി. ഇനി അവക്കാഡോ വരും. എന്തോ സിറപ്പ് ചേർക്കുന്നുണ്ട്. അവക്കാഡോ പാല്, മറ്റേ മിൽക്ക് മെയ്ഡ് അല്ലേ? Avocado dua dia kita satu itu dulu itu itu cuma jalan dulu nanti ഇത് കുറച്ച് വെള്ളമാണേ. സെന്ററിൽ ഇരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഫിഷ് സ്പാ എടുത്താ മതി.
ഇക്ലിയാണ്. ഇക്ലിയാണല്ലേ വേവനല്ല ഇക്ലിയാണ്. പക്ഷെ വലിയ മീനൊക്കെ ഉണ്ടല്ലോ. അയ്യോ കുറച്ച് വലുതൊക്കെ ഉണ്ട്. അപ്പുറത്ത് കൊറേ മീനുണ്ടായിരുന്നു. ചേട്ടാ അപ്പുറത്ത് കൊറേ മീനുണ്ടായി. ഇവിടെ കുറച്ച് മീനുള്ളൂ. അവിടെ ഇരുന്നാ മതിയായിരുന്നു. അവിടെ കൊറേ മീനുണ്ട്. ഇവിടെ കുറച്ച് മീനുള്ളൂ. ആ നോക്കിട്ട് പറയണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മീനുള്ളൂ. സന്ദീപ് തൊപ്പിയൊക്കെ വെച്ചിരിക്കണ നോക്കി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പറ എന്തെങ്കിലും. നല്ല എക്സ്പീരിയൻസ്. നല്ല സുഖമുണ്ട്. താഴത്തോട്ട് നോക്കാതിരുന്നാ മതി. പേടിയുണ്ട്. വലിയ മീനുണ്ട് പറയുന്നത്. പക്ഷെ നീളത്തിലുള്ള കൊച്ചിനും ന്യൂ സെൻട്രൽ പട്ടായ എന്ന് പറയുന്നൊരു മാളിലാണ് പോയത്. അവിടെ മ്യൂസിക് ഷോ നടക്കുമായിരുന്നു. ആ സമയത്ത് നല്ല രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു അവർ. എനിക്ക് തോന്നുന്നു അവരുടെ ഭാഷയിലുള്ള സോങ് ആണെന്നാണ് തോന്നുന്നത്. ഏതായാലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ സോങ് ഞാൻ നിങ്ങളെയും കേൾപ്പിക്കാം. പിന്നെ മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ട്രീറ്റ് ഫുഡ് പോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് മുതലിറച്ചിയാണ്. ഞാനിവിടെ കൂടുതലിങ്ങനെ മുതലിറച്ചി അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് പോലെ വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിലാണ് വന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും കഴിക്കാൻ തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കണ്ടിട്ട് പേടിയാവുമായിരുന്നു.
ടെമ്പിൾ പട്ടായ. അവിടെ ക്രിസ്മസിന് നോക്ക്, ക്രിസ്മസിനാ അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു തായ്ലൻഡിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ ബൈ.